Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് 7 വീഡിയോ ആണ്. ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ പറയുന്നത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. അതായത് ഏതൊക്കെ ടൈപ്പ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സീരീസും പാരലൽ കോമ്പിനേഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ ന്യൂമറിക്കൽസ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Here we have combination of capacitors. നമ്മൾ റെസിസ്റ്റേഴ്സിൻ്റെ കേസിൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ ടൈപ്പ് കോമ്പിനേഷനാണ് പഠിച്ചിട്ടുള്ളത്? യെസ്, സീരീസ്, അതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ അതുപോലെ തന്നെയാണ് കപ്പാസിറ്റേഴ്സിൻ്റെ കേസിലും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, ദെൻ പാരലലായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ആ രണ്ട് കേസസിൽ ഉണ്ടാവുന്ന ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് എങ്ങനെ കാണാം എന്നുള്ളതിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ്, ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ്, ഏത് വാല്യൂ ആയിരിക്കും ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്, അത്തരം കാര്യങ്ങളൊന്ന് നോക്കാം. ഇവിടെ കാണിച്ചിട്ടുള്ള ഡയഗ്രാം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് കോമ്പിനേഷനാണ്. സീരീസ് ആയിട്ട് എങ്ങനെ രണ്ട് കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പവർ സപ്ലൈ ഉണ്ട്, ദെൻ C1 C2 എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V1 V2 ആണ്. അതായത് ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽ ഡ്രോപ്സ് ആണുള്ളത്. അപ്പോൾ ഏതായിരിക്കും ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ? അതായത് ചാർജ് Q എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും ത്രൂ ഔട്ട് ദ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതൊരു സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. C1 എന്ന് പറയുന്നതിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്തിട്ടുള്ളത് C2യിലേക്കാണ്. C2വിൻ്റെ അടുത്ത എൻഡ് നെഗറ്റീവ് ഓഫ് ദ ടെർമിനലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് സെല്ലിൻ്റെ നെഗറ്റീവിലേക്കാണ്. അവിടെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ C1ൻ്റെ ഒരു എൻഡ് C2വിലേക്കും അടുത്ത എൻഡ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? പോസിറ്റീവ് ഓഫ് ദ സെല്ലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് എ സീരീസ് കോമ്പിനേഷൻ അല്ലേ? ഇവിടെ ചാർജ് Q എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? അതായത് കോമ്പിനേഷൻ്റെ കേസിൽ V വിൽ ബി ഈക്വൽ ടു V1 + V2 ആണ് അല്ലേ? ഇനി V1നും V2നും എന്ത് എഴുതാൻ പറ്റും? ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ V1 ഈസ് ഈക്വൽ ടു Q/C1 ആണ്, ദെൻ V2 ഈസ് ഈക്വൽ ടു Q/C2 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ദെൻ V ഈസ് ഈക്വൽ ടു Q/C1 + Q/C2 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ രണ്ട് കപ്പാസിറ്റേഴ്സിന് പകരം ഒരു സിംഗിൾ കപ്പാസിറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതിൻ്റെ കപ്പാസിറ്റൻസ് C ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ആ ഇക്വേഷനെ? അതായത് ടോട്ടൽ കപ്പാസിറ്റൻസിന് C ആയിട്ട് എടുത്തു, ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് Q ആണ്. സോ V ഈസ് ഈക്വൽ ടു Q/C എന്ന് എഴുതാമല്ലോ. ഇനി ആ വാല്യൂം കൂടെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുക? യെസ്, Q/C ഈസ് ഈക്വൽ ടു Q/C1 + Q/C2 എന്ന് കിട്ടും അല്ലേ? അതിൽ Q കോമൺ ആണല്ലോ, അപ്പോൾ Q വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ദെൻ വാട്ട് ഈസ് റിമൈനിങ്? 1/C ഈസ് ഈക്വൽ ടു 1/C1 + 1/C2 എന്ന് കിട്ടി അല്ലേ? അതാണ് എന്ത്? എഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഇൻ ദ കേസ് ഓഫ് സീരീസ് കോമ്പിനേഷൻ. ഇനി n നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? 1/C ഈസ് ഈക്വൽ ടു 1/C1 + 1/C2 + എക്സെട്ര + 1/Cn ആണ്. ഇനി എല്ലാ കപ്പാസിറ്റേഴ്സിനും സെയിം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ എഴുതാൻ നോക്കി നോക്കൂ. C1 വിൽ ബി ഈക്വൽ ടു C2 വിൽ ബി ഈക്വൽ ടു Cn ആയിരിക്കും അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു C എന്ന് എഴുതിക്കൂടെ? ദെൻ 1/C' പകരം അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? n/C എന്ന് എഴുതാമല്ലോ. Therefore C' will be equal to C/n. ഓക്കെ, അങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് സെയിം വാല്യൂ ആണെങ്കിൽ, കപ്പാസിറ്റേഴ്സിന് സെയിം വാല്യൂ ആണെങ്കിൽ എങ്ങനെ എഴുതാം? C' എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? C/n-ന് ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, അതായത് സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിൽ ഓർത്തിരിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കി നോക്കൂ. ഡയഗ്രാം എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന കോൺസ്റ്റൻ്റ് ഏതാണ്? ചാർജാണ്. ദെൻ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയിരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ V ഈസ് ഈക്വൽ ടു V1 + V2 എന്ന് കാണുക. V1നും V2നും ഉള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ 1/C ഈസ് ഈക്വൽ ടു 1/C1 + 1/C2 + എക്സെട്ര + 1/Cn എന്നുള്ളതാണ് ഇക്വേഷൻ. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കി നോക്കാം. അതായത് if C equal to 1 microfarad and N is equal to 10. എങ്ങനെയാണ്
എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ നോക്കാം. അവിടെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് സി. അതായത് സെയിം വാല്യൂസ് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എഫക്റ്റീവ് വാല്യൂ കാണാം? സി ഡാഷ് ഇസ് ഈക്വൽ ടു സി ബൈ എൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് കാണാമല്ലോ. സി ഡാഷ് ഇസ് ഈക്വൽ ടു സി ബൈ എൻ ആണ്. അവിടെ സി എന്ന് പറയുന്നത് 1 മൈക്രോ ഫാരഡ് ആണ്, എന്നിൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ എത്ര കിട്ടുക? 1 മൈക്രോ ഫാരഡ് ബൈ 10 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് 0.1 മൈക്രോ ഫാരഡ് ആണ്. അപ്പോൾ ഇതൊന്നും എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താ ചെയ്തത്? ഇവിടെ ഡിക്രീസ് ചെയ്യാണ് ചെയ്തത് അല്ലേ. അതായത് സീരീസ് കണക്ഷൻ്റെ കേസിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്തായിരിക്കും? സാധാരണ ഉണ്ടാകുന്ന കപ്പാസിറ്റേഴ്സിൻ്റെ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും. ദാറ്റ് വിൽ ബി ഡിക്രീസ്ഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി സ്മോളർ ദാൻ ദി സ്മോളസ്റ്റ് എമംഗ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സ്. നമുക്ക് തന്നിട്ടുള്ള ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സിൽ തന്നെ ഉണ്ടാവുന്ന സ്മോളസ്റ്റ് വാല്യൂവിനേക്കാളും എന്തായിരിക്കും? ചെറുതായിരിക്കും സീരീസ് കോമ്പിനേഷൻ്റെ കേസിൽ ഉണ്ടാവുന്ന കപ്പാസിറ്റൻസ്, എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് ഫൈൻഡ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ. ഒരു കോമ്പിനേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ഡയഗ്രം തന്നിട്ടുണ്ട്. അതിലെന്താണുള്ളത്? ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററിയുടെ ഒരു എൻഡിൽ നിന്ന് 10 ഫാരഡ് കപ്പാസിറ്ററാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടുത്ത എൻഡിൽ നിന്ന് എങ്ങോട്ടാണുള്ളത്? 5 ഫാരഡിലേക്കാണ് പോകുന്നത്. ദെൻ 5 ഫാരഡിൻ്റെ അതർ എൻഡ് എവിടെയാണ്? 2 ഫാരഡിൻ്റെ ഒരു എൻഡിലേക്കും 2 ഫാരഡിൻ്റെ അടുത്ത എൻഡിൽ നിന്ന് ബാറ്ററിയുടെ അടുത്ത ടെർമിനലിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനത്തെ കണക്ഷനാണ് നോക്കണം ആദ്യം. അതൊരു സീരീസ് കണക്ഷനാണ് അല്ലേ. ഓരോ എൻഡ്സാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കാണാം അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്? യെസ്, 1/C is equal to 1/C1 plus 1/C2 plus 1/C3. ഇവിടെ C1 എന്ന് പറയുന്നത് നമുക്ക് 2F ആണ്, C2 5F, then C3 10F. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 1/C will be equal to 1/2 ഫാരഡ് പ്ലസ് 1/5 ഫാരഡ് പ്ലസ് 1/10 ഫാരഡ് ആണ്. അതായത് 8/10 ഫാരഡ് ആണ് കിട്ടുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 1/Cയുടെ വാല്യൂ ആണ്. നമുക്ക് കണ്ടത് എന്താണ്? സി അല്ലേ. സോ ദാറ്റ് വിൽ ബി 10F/8. സോ ദാറ്റ് വിൽ ബി 1.25 ഫാരഡ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ ഇവിടെ കിട്ടിയത് എങ്ങനെയാണ്? ടോട്ടൽ ഉണ്ടായിരുന്ന, അതായത് ലീസ്റ്റ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് എത്രയായിരുന്നു? അത് സ്മോളസ്റ്റ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഇവിടെ 2 ഫാരഡ് ആയിരുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടൻ്റ്, അതായത് എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 2 ഫാരഡിനേക്കാളും ചെറിയ വാല്യൂ ആണ് അല്ലേ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് സ്മോളസ്റ്റ് കപ്പാസിറ്ററിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഓക്കെ, സോ 1.25 ഫാരഡ് ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ. നെക്സ്റ്റ് ഈസ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. അതായത് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സെല്ലുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ C1 C2 എന്ന് പറയുന്ന 2 കപ്പാസിറ്റേഴ്സാണ്. നമുക്ക് കാണാൻ കഴിയും ബോത്ത് ദ എൻഡ്സ് ആർ കണക്റ്റഡ് ടുഗെദർ അല്ലേ. അതായത് പാരലൽ കണക്ഷൻ്റെ കേസിൽ, അതായത് C1 C2 ഇവയുടെ ഓരോ എൻഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? മ്യൂച്വലി കണക്റ്റഡ് ആണ്. അതിൽ നിന്ന് പോസിറ്റീവും നെഗറ്റീവും, സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക് നെഗറ്റീവിലേക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കേസിൽ ഏതായിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റി? അതായത് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എങ്ങനെയാണ്? ഇവിടെ സെയിം ആണ് വരുന്നത് അല്ലേ. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചാർജ് എത്രയൊക്കെയാണ്? Q1ഉം Q2 ആണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ചാർജ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആണ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് എങ്ങനെ കാണാം? Q is equal to Q1 plus Q2 എന്ന് എഴുതാമല്ലോ. ഇനി Q1ൻ്റെ ഇക്വേഷൻ എന്താണ്? C1V ആണ്. അതായത് Q is equal to CV ആണ്. അതുകൊണ്ട് തന്നെ Q1 എന്ന് പറയുന്നത് C1V, ദെൻ Q2 is equal to C2V ആണല്ലോ. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ Q1 Q2 ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? Q is equal to C1V plus C2V എന്ന് കിട്ടും അല്ലേ. അതിന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൊടുക്കാം. ഇനി suppose the capacitors are replaced by a single capacitor of capacitance C with the same charge and potential V. അതായത് നമ്മൾ കപ്പാസിറ്റേഴ്സിൻ്റെ ചാർജസ്, അതായത് Q1 Q2 എന്ന് പറയുന്ന ചാർജസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ചാർജ് നമ്മൾ ക്യാപിറ്റൽ Q ആയിട്ട് എടുക്കുകയാണ്. അതേപോലെ തന്നെ കപ്പാസിറ്റൻസ് C ആണ്, ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Q ചാർജ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതാം? Q is equal to C into V ആണ്. ഇനി ഇക്വേഷൻ 1 and 2ൽ നിന്ന് എന്ത് കിട്ടും? അതായത് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ Q is equal to C1V plus C2V ആണ്. ദെൻ സെക്കൻഡ് ഇക്വേഷൻ Q is equal to CV ആണ്. അതിൽ നിന്ന് എന്താണ് കിട്ടുക? CV എന്ന് പറയുന്ന LHS രണ്ടും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും? അതിൻ്റെ RHSും സെയിം അല്ലേ. സോ CV will be equal to C1V plus C2V എന്ന് എഴുതാമല്ലോ.
അതായത് സി ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 എന്ന് എഴുതാം. അതായത് വി ആൻഡ് വി വിൽ ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സി ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 എന്ന് എഴുതാം. ഇനി സപ്പോസ് വി ആർ ഹാവിങ് n കപ്പാസിറ്റേഴ്സ്. ഇതിപ്പോൾ നമ്മൾ 2 കപ്പാസിറ്റേഴ്സിൻ്റെ കേസാണ് കണ്ടത്. ഇനി n നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെ കാണാം? സി ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സെട്ര പ്ലസ് Cn ഇക്വലൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സപ്പോസ് വി ആർ ഹാവിങ് ദ സെയിം വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഫോർ ഓൾ ദ കപ്പാസിറ്റേഴ്സ്. എല്ലാ കപ്പാസിറ്റേഴ്സിനും ഉണ്ടാവുന്ന കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ സപ്പോസ് C1 ഇസ് ഈക്വൽ ടു C2 ഇസ് ഈക്വൽ ടു C3 എക്സെട്ര ഇസ് ഈക്വൽ ടു Cn. അത് സിക്ക് ഇക്വലൻ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതാം? അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ഡാഷ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു C എന്ന് എഴുതാം. ഓക്കെ, അതായത് C ഡാഷ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു C ആണ്. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ 2 കപ്പാസിറ്റേഴ്സിൻ്റെയും എൻസ് എന്തായിരിക്കും? മ്യൂച്വലി കണക്റ്റഡ് ആണ്. അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എങ്ങനെയാണ് വരുന്നത്? പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആണ്, ചാർജസ് ആണ് ഡിഫറെൻറ്റ്. സോ Q വിൽ ബി ഈക്വൽ ടു Q1 പ്ലസ് Q2. അതിൽ Q1നും Q2നുള്ള ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ വി വിൽ ഗെറ്റ് C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 എന്ന് കിട്ടും. അതാണ് എഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ്. ഇനി സെയിം കപ്പാസിറ്റേഴ്സ് ആണ് വരുന്നതെങ്കിൽ, അതായത് സെയിം വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ആണ് എല്ലാ കപ്പാസിറ്റേഴ്സിനും ഉള്ളതെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ഡാഷ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു സിക്ക് ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, നൗ വി ക്യാൻ ഗോ ത്രൂ ആൻ എക്സാമ്പിൾ. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് C is equal to 1 microfarad and n is equal to 10, we have to find the effective capacitance. അതായത് സെയിം കപ്പാസിറ്റേഴ്സ് ആണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? എഫക്റ്റീവ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? C ഡാഷ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു C ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് n is 10 and C is 1 microfarad. So what we will get? 10 into 1 microfarad. So that will be 10 microfarad. അപ്പോൾ നമ്മളുടെ ആൻസർ എത്രയാണ്? 10 microfarad ആണ്. From this example, what we can understand is the effective capacitance increases when capacitors are connected in parallel. അതായത് പാരലൽ കണക്ഷൻ്റെ കേസിൽ എഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അതായത് പാരലൽ കോമ്പിനേഷനിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ് എമംഗ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സ്. അതായത് ഇൻഡിവിജ്വൽ കപ്പാസിറ്ററിലെ ഗ്രേറ്റസ്റ്റ് വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും എന്ത്? എഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ്. Now we can go through an example. Here find the effective capacitance of the combination. ഇവിടെ തന്നിട്ടുള്ള 3 കപ്പാസിറ്റേഴ്സ്, അവയുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് കാണാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും C1, C2, C3 എന്ന് പറയുന്ന 3 കപ്പാസിറ്റേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ദേ ആർ മ്യൂച്വലി കണക്റ്റഡ് അല്ലേ, എൻഡ് ടു എൻഡ് ആണ്. അതായത് മ്യൂച്വൽ കണക്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താണ്? പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ C1 എന്ന് പറയുന്നത് 0.1 മൈക്രോഫാരഡ്, C2 0.2 മൈക്രോഫാരഡ് ആൻഡ് C3 0.3 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ അവ എങ്ങനെ കണക്ട് ചെയ്യാം? C is equal to C1 plus C2 plus C3 എന്ന് കണക്ട് ചെയ്യാം. ദാറ്റ് ഈസ് 0.1 മൈക്രോഫാരഡ് പ്ലസ് 0.2 മൈക്രോഫാരഡ് പ്ലസ് 0.3 മൈക്രോഫാരഡ് ആണ് വരിക. സോ C will be equal to 0.6 മൈക്രോഫാരഡ്. ഓക്കെ, now we have another question. Question is find the equivalent capacitance of capacitors given in the network. അതായത് നമുക്കൊരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ട് ഡയഗ്രത്തിലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 2 കപ്പാസിറ്റേഴ്സ്, അതായത് 4 മൈക്രോഫാരഡും 12 മൈക്രോഫാരഡും എത്തരം കണക്ഷനാണ്? ദാറ്റ് ഈസ് എ പാരലൽ കണക്ഷൻ അല്ലേ. അതുപോലെ തന്നെ 3 മൈക്രോഫാരഡും 6 മൈക്രോഫാരഡും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കി നോക്കൂ. അതും പാരലൽ കണക്ഷനാണ് അല്ലേ. അപ്പോൾ ആദ്യം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇക്വലൻ കപ്പാസിറ്റൻസ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരിക? പാരലൽ കണക്ഷൻ്റെ കേസിൽ എങ്ങനെയാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാം? യെസ്, C ഡാഷ് ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2 ആണ്. അവിടെ C1 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്, 4 മൈക്രോഫാരഡ്. ദെൻ C2 12 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? C ഡാഷ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് 12 അല്ലേ, 16 മൈക്രോഫാരഡ് ആണ് ഫസ്റ്റ് കേസ്. അടുത്ത കേസിൽ അതായത് 3 മൈക്രോഫാരഡും 6 മൈക്രോഫാരഡും എഗെയിൻ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലൽ അല്ലേ. സോ എഗെയിൻ C ഡാഷ് ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2. സോ ദാറ്റ് ഈസ് 3 പ്ലസ് 6, അതായത് 9 മൈക്രോഫാരഡ് ആണ്. ഇനി ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ഈ സർക്യൂട്ടിനകത്ത് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അതായത് അപ്പോൾ ബാക്കി വരുന്ന
കപ്പാസിറ്റേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കി നോക്കൂ. അതായത് ഒരു 6/5 മൈക്രോ ഫാരഡ് ഉണ്ട്. അതിൽ നിന്ന് വരുന്ന കണക്ഷൻ ഇവിടെ ഒരു സിംഗിൾ കപ്പാസിറ്റൻസ് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? 16 മൈക്രോ ഫാരഡ് ആണ്. അടുത്ത കേസിലുള്ളത് ഇതിനെ സിംഗിൾ കപ്പാസിറ്ററായിട്ട് കണക്ട് ചെയ്താൽ എത്ര കിട്ടും? യെസ്, ദാറ്റ് ഈസ് 9 മൈക്രോ ഫാരഡ്. അപ്പോൾ ഇത് വീണ്ടും എന്തായി മാറി? ഇതൊരു സീരീസ് കണക്ഷൻ അല്ലേ. അപ്പോൾ സീരീസ് കണക്ഷൻ്റെ കേസിൽ എങ്ങനെയാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുക? യെസ്, 1/C is equal to 1/C1 plus 1/C2 plus 1/C3. അതായത് 1/C is equal to 1/6/5 മൈക്രോ ഫാരഡ് പ്ലസ് 1/16 മൈക്രോ ഫാരഡ് പ്ലസ് 1/9 മൈക്രോ ഫാരഡ്. അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ എങ്ങനെ കാണാം? അപ്പോൾ 1/C is equal to 5/6 plus 1/16 plus 1/9, അതായത് 1.0069 ആണ് വരുന്നത്. അതായത് 1/C is equal to 1/1.0069. Therefore, C will be equal to 0.99 മൈക്രോഫാരഡ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഇൻ ദ ഗിവൺ നെറ്റ്വർക്ക്. ഓക്കെ. The next question is, two capacitors are connected as shown in the figure. The equivalent capacitance of the combination is 4 microfarad. അതായത് നമുക്ക് തന്നിട്ടുള്ളത് 2 കപ്പാസിറ്റേഴ്സ്, അതായത് 20 മൈക്രോ ഫാരഡും ഒരു 5 മൈക്രോ ഫാരഡുമാണ്. അവ കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ഇവിടെ സീരീസ് കണക്ഷനാണ് ഉള്ളത്. ഓക്കെ, അതിലൊരു 12 വോൾട്ട് ആണ് സപ്ലൈ ഉള്ളത്. ഇനി അതിൻ്റെ ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 4 മൈക്രോ ഫാരഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് സി. അതായത് ഇവിടെ സി തന്നിട്ടുണ്ട് അല്ലേ. അതായത് 20 മൈക്രോ ഫാരഡ് ഉണ്ട്. അടുത്ത കപ്പാസിറ്റൻസിൽ ഇവിടെ സി ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സിയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എഫക്റ്റീവ് അതായത് ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 മൈക്രോ ഫാരഡ് ആണ്. അപ്പോൾ ഇത് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് നമുക്ക് സീരീസ് കണക്ഷൻ്റെ ഇക്വേഷൻ കൊടുക്കാം. അതായത് 1/C dash is equal to 1/C1 plus 1/C2 അല്ലേ. ഇനി അതിൽ 1/C' പകരം എന്ത് കൊടുക്കാം? 1/4 മൈക്രോ ഫാരഡ് എന്ന് കൊടുക്കാം. കാരണം അവിടുത്തെ ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് 4 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 1/4 മൈക്രോ ഫാരഡ് is equal to 1/C1. C1ൻ്റെ വാല്യൂ 20 മൈക്രോ ഫാരഡ് ആണ്. സോ 1/20 പ്ലസ് 1/C, അതായത് ഈ സിയുടെ വാല്യൂ കാണണം. അപ്പോൾ അതുകൊണ്ട് 1/C എന്ന് എഴുതാം. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാമല്ലോ. 1/Cനെ LHSലേക്ക് മാറ്റാം. സോ 1/C will be equal to 1/4 minus 1/20 എന്ന് കിട്ടും അല്ലേ. So 1/C will be equal to 4/20. So C will be equal to 5 microfarad. Okay. The next question is, calculate the charge on each capacitor. അതായത് ഓരോ കപ്പാസിറ്ററിലും ഉണ്ടാകുന്ന ചാർജ് എങ്ങനെ കാണും? അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻസ്, അതായത് C dash is equal to Q/V ആണെന്ന് അറിയാം. അത് നമുക്ക് കാണേണ്ടത് എന്താണ്? Q അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. Q is equal to C dash into V ആണ്. ഇവിടെ C ഡാഷിൻ്റെ വാല്യൂ 4 മൈക്രോ ഫാരഡ് ആണ് തന്നിട്ടുണ്ട്. V എത്രയാണ്? 12 വോൾട്ട് ആണ്. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. സോ Q will be equal to 4 മൈക്രോ ഫാരഡ് into 12. That is equal to 48 മൈക്രോ കൂളം. Q will be equal to 48 മൈക്രോ കൂളം. The next question is, what will be the potential drop across each capacitor? ഓരോ കപ്പാസിറ്ററിലും ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കേസിൽ എത്രയാണ്? 20 മൈക്രോ ഫാരഡിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കാണണം. എങ്ങനെയാണ് പൊട്ടൻഷ്യൽ കാണുക? V is equal to Q/C അല്ലേ. സോ V1ൻ്റെ കേസിൽ നമുക്ക് എന്ത് എഴുതാം? Q എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. 48 മൈക്രോ കൂളമാണ് ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് 20 മൈക്രോ ഫാരഡ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? V1 is equal to 48 മൈക്രോ കൂളം ബൈ 20 മൈക്രോ ഫാരഡ് എന്ന് എഴുതാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2.4 വോൾട്ട്. ഇനി അടുത്ത കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കാണണം അല്ലേ. അപ്പോൾ അതേതാണ്? 5 മൈക്രോ ഫാരഡ് ആണ് തന്നിട്ടുള്ളത്. സോ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് 5 മൈക്രോ ഫാരഡ് എങ്ങനെ കാണാം? V2 is equal to Q/C2 അല്ലേ. അപ്പോൾ അവിടുത്തെ Q സെയിം ആണ്. സോ C2 will be 5 മൈക്രോ ഫാരഡ്. അപ്പോൾ എങ്ങനെ എഴുതാം? V2 is equal to 48 മൈക്രോ കൂളം ബൈ 5 മൈക്രോ ഫാരഡ് ആണ്. സോ 9.6 വോൾട്ട് ആണ് V2ൻ്റെ വാല്യൂ. സോ ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് 5 മൈക്രോ ഫാരഡ്. ക്ലിയർ? Next question is, 3 capacitors are connected to a 12 volt battery as shown in the figure. ഇവിടെ നമുക്ക് 3 കപ്പാസിറ്റേഴ്സ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഏതൊക്കെയാണ്? 2 മൈക്രോ ഫാരഡ്, 4 മൈക്രോ ഫാരഡ്, അതുപോലെ തന്നെ 3 മൈക്രോ ഫാരഡ്. ഇത്രയും കപ്പാസിറ്റേഴ്സ് 12 വോൾട്ട് ബാറ്ററിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം.
ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ. അപ്പോൾ ഈ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് കാണാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതാണ്, അതായത് 2 മൈക്രോഫാരഡും 4 മൈക്രോഫാരഡും എങ്ങനെയാണ് പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ പാരൽ കണക്ഷൻ്റെ കേസിൽ ഉണ്ടാകുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C' എങ്ങനെ എഴുതാം, C1 + C2, അതായത് 2 + 4 ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ 6 മൈക്രോഫാരഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇക്വലൻറ്റ് ഫോമിൽ, അതായത് ഇവിടെ 6 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 2 മൈക്രോഫാരഡിനും 4 മൈക്രോഫാരഡിനും പകരം എന്ത് ചെയ്താൽ മതി, 6 മൈക്രോഫാരഡ് കൊടുക്കാം. അപ്പോൾ അവിടെ കിട്ടുന്ന ബാക്കി ഏതൊക്കെ കപ്പാസിറ്റേഴ്സാണ്, അപ്പോൾ 6ഉം 3 മൈക്രോഫാരഡും എങ്ങനെയാണ് വരുന്നത്, സീരീസ് കണക്ഷനിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവയുടെ സീരീസ് കോമ്പിനേഷൻ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 6 മൈക്രോഫാരഡും 3 മൈക്രോഫാരഡും ആകുമ്പോൾ എന്ത് വരും, 1/C1 + 1/C2 അല്ലേ. അതായത് 1/3 + 1/6 എന്ന് വരും. ഓക്കെ, അതായത് C1 C2/C1 + C2 കാണാം. അതായത് C will be equal to 18 / 9 ആണ്. ദാറ്റ് ഈസ് 2 മൈക്രോഫാരഡ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദിസ് കോമ്പിനേഷൻ. അതിൻ്റെ കൂടെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ 2 മൈക്രോഫാരഡ് കപ്പാസിറ്റർ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡയഗ്രത്തിൽ 2 മൈക്രോഫാരഡ് കപ്പാസിറ്ററിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു, V = Q/C ആണ് അല്ലേ. അപ്പോൾ അവിടെ Q എങ്ങനെ കാണാൻ പറ്റും, Q കാണാനുള്ള ഇക്വേഷൻ എന്താണ്, Q C × V അല്ലേ. അവിടെ C എത്രയാണ്, 2 മൈക്രോഫാരഡ് ആണ്. V എന്ന് പറയുന്നത് അക്രോസ് ദ സർക്യൂട്ട് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 12 വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 2 × 12 എന്ന് എഴുതാമല്ലോ. അതായത് Q will be equal to 2 × 12, ദാറ്റ് ഈസ് 24 മൈക്രോ കൂളം ആണ്. സോ ക്യൂവിൻ്റെ വാല്യൂ കിട്ടി. ഇനി V കാണാം. V കാണണമെന്നുണ്ടെങ്കിൽ Q/C അല്ലേ. അപ്പോൾ Q 24 ആണ്, / C എന്ന് പറയുന്നത് ഏതിന് അക്രോസ് ആണ് കാണേണ്ടത്, അതായത് 2 മൈക്രോഫാരഡിന് അക്രോസ് വരുന്ന ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 2 + 4 അല്ലേ, 6 ആണ്. അപ്പോൾ എന്ത് എഴുതണം, Cക്ക് പകരം 6 എന്ന് എഴുതാമല്ലോ. അതായത് V will be equal to 24/6 ആണ്, ദാറ്റ് ഈസ് 4 വോൾട്ട്. The next question is, what is area of plates of a 0.1 microfarad parallel plate air capacitor given that the separation between the plates is 0.1 mm. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് C = 0.1 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ അതിനൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഫാരഡിലേക്ക് മാറ്റാം. അപ്പോൾ എത്രയായിരിക്കും, 0.1 × 10⁻⁻6 ഫാരഡ് ആണ്. ദെൻ 0.1 mm ആണ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. അതായത് D എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പോൾ അതിനൊന്ന് മില്ലിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതാം, 0.1 × 10⁻³ മീറ്റർ എന്ന് എഴുതാം. ഇനി നമുക്ക് കാണാനുള്ളത് എന്താണ്, ഏരിയ ഓഫ് പ്ലേറ്റ്സ് ആണ് കാണാനുള്ളത്. അപ്പോൾ എന്താണ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഇൻ ദ കേസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, C = ε0 A/D ആണ് അല്ലേ. ε0 A/D ആണ്. അത് നമുക്ക് A ആണ് കാണാനുള്ളത്. അതിനെ റീഅറേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും, A = CD/ε0 എന്ന് എഴുതാം അല്ലേ. ഇനി ε0 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് നമുക്കറിയാം, 8.85 × 10⁻12 ആണ്. ദെൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C എന്ന് പറയുന്നത് എത്രയായിരുന്നു, 0.1 × 10⁻6 × D 0.1 × 10⁻3 / ε0, ദാറ്റ് ഈസ് 8.85 × 10⁻12. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണ്, 10.47 × 10⁻³ m². ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ. നൗ വി ഹാവ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഒരു കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യുക. ആക്ച്വലി ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ചാർജിങ് ഇറ്റ്. അതായത് ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് ഡൺ ആണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതായത് വർക്ക് ഡൺ ടു ചാർജ് ദ കപ്പാസിറ്റർ ഈസ് സ്റ്റോർഡ് ആസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. അതായത് ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷനാണ് U = Q² / 2C. അതായത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ U = Q² / 2C. അടുത്ത കേസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എനർജി കാണാനുള്ള മറ്റ് ഇക്വേഷൻസ് ആണ്. അതായത് U = Q² / 2C എന്നുള്ളത് നമുക്കറിയാം. ഇനി അതിന് ചില ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എനർജിക്ക് വേറെ 2 ഇക്വേഷൻസും കൂടി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ
ക്യൂ സ്ക്വയർ ബൈ 2c ക്യൂവിന് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കാം. അതായത് c ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണല്ലോ. അപ്പോൾ ക്യൂവിനെ എങ്ങനെ എഴുതാം? c ഇൻറ്റു വി എന്ന് എഴുതാമല്ലോ. ദെൻ യു വിൽ ബി ഈക്വൽ ടു c സ്ക്വയർ വി സ്ക്വയർ ബൈ 2c ആണ്. അതിൽ സിയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ കിട്ടുന്നത് എന്താണ്? യു ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ എന്നാണ് കിട്ടുക. അപ്പോൾ അത് മറ്റൊരു ഇക്വേഷനാണ്. അതായത് യു ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c ഓർ യു ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. ഇനി വീണ്ടും നമുക്ക് ഹാഫ് സി വി സ്ക്വയർ എന്നുള്ളതല്ലാണ്ട് മറ്റൊരു ഇക്വേഷനും കൂടെ എഴുതാം. അതായത് യു ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2cയിൽ തന്നെ സിക്ക് പകരം എന്താ എഴുതാം? ക്യൂ ബൈ വി ആണ് അല്ലേ. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് സിക്ക് പകരം ക്യൂ ബൈ വി എന്ന് നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. അതായത് യു ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c അല്ലേ. അപ്പോൾ ക്യൂ സ്ക്വയർ ബൈ 2 ഇൻറ്റു ക്യൂ ബൈ വി എന്ന് എഴുതാം. അതിൽ ക്യൂവും ക്യാൻസലായി പോവും. ബാക്കി വരുന്നത് എന്താണ്? യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ക്യൂ വി എന്ന് എഴുതാം. അതായത് എനർജി കാണാനുള്ള 3 ഇക്വേഷൻസ് ആണ്. ഒന്ന് യു ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c, അടുത്തത് യു ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ, ലാസ്റ്റ് വൺ ഈസ് യു ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ വി. ഓക്കെ, അവർ ലാസ്റ്റ് ടോപ്പിക് ഈസ് എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. എന്താണ് എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? സോ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയമാണ്. എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയമാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? യു ഇസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. So that is the expression for energy density of a capacitor. U is equal to half epsilon 0 E square. Okay, so that is the end of our chapter. Hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.